നമസ്കാരം കുട്ടികൾക്കും സുഭാസാറാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് +2 റെഗുലർ പഠിക്കുന്ന കുട്ടികൾക്ക് +1 ഇംപ്രൂവ്മെന്റിന്റെ കാര്യങ്ങളും ടൈം ടേബിളും ഒക്കെ കിട്ടി. പല കുട്ടികൾക്കും കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് മാർക്ക് ഒത്തിരി സബ്ജക്റ്റിന് കുറവുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മാത്സിന് നന്നായിട്ട് കുറവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ A+ കിട്ടേണ്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ A+ കിട്ടും എന്നുള്ള രീതിയിൽ കൂടെ തന്നെ ഇപ്പൊ 10ാം ക്ലാസ്സിൽ ഫുൾ A+ആയിട്ട് വന്നിട്ട് +1 വന്നപ്പോൾ പല സബ്ജക്റ്റിനും നമുക്ക് അവരൊരു പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് മാത്സ് ആയപ്പോഴത്തേക്ക് ഒത്തിരി പേരുടെ മാർക്ക് കുറഞ്ഞായിരുന്നു. ഒരു 3-4 ക്വസ്റ്റ്യൻസുകൾ കുട്ടികൾ പ്രതീക്ഷിക്കാത്തതാണ് വന്നിരുന്നത്. അതിന്റെ പേര് തന്നെ അവർക്ക് 60-ൽ 54 എന്നുള്ള നമ്പറിലോട്ട് എത്താൻ പറ്റിയില്ല. 50 48 അങ്ങനെ അതെല്ലാം A+ൽ പോകേണ്ടതും ഫുൾ മാർക്കിൽ എത്തേണ്ടതും ഒക്കെയാണ്. പക്ഷെ 3-4 ക്വസ്റ്റ്യൻസുകൾ നമ്മളെ ചതിച്ചു എന്ന് പറയാം, നമ്മളെ ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടിച്ചായിരുന്നു. അപ്പൊ ആ കുട്ടികളും ഇനി താഴേക്ക് മാർക്ക് ഒത്തിരി പേരുടെ കുറവും പിന്നെ കുറേ പേര് തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇനി +1ന്റെ മാർഗം ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ മാർഗം ഇംപ്രൂവ്മെന്റ് ആണ്. ഇംപ്രൂവ്മെന്റ് കാര്യം ഈ വർഷം തൊട്ട് ആദ്യമായിട്ടാണ് ഈ വർഷം തൊട്ട് ഒരു മാറ്റവും വന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച ഈ ഫുൾ മാർക്കോ അല്ലെങ്കിൽ A+ എത്താൻ വളരെ ഈസി ആയിരുന്നു. കാരണം നമുക്ക് സെപ്റ്റംബറിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാം. ഏതാ +1 ഇംപ്രൂവ്മെന്റ്. നിങ്ങൾ ആ സമയത്ത് +2 പഠിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അവിടെ ഒരു പീക്കായിട്ടുള്ള ടൈം അല്ല +2ന്റെ. എല്ലാവരും തുടങ്ങിയതേ ഉള്ളൂ. വളരെ ലാവിഷായിട്ട് ഇങ്ങനെ ടൈം ചുമ്മാതെ കളഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മീൻസ് വീട്ടിൽ ചെന്നൊന്നും ഇരുന്ന് പഠിക്കുന്ന ഒരു സമയമൊന്നുമല്ല, അതിനുള്ള ഇമ്പോർട്ടൻസ് ഒന്നും അന്നേരം ഇല്ലായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഇംപ്രൂവ്മെന്റ് വന്നതോടുകൂടി പിള്ളേർക്ക് നല്ല പ്രയോജനം, ഇംപ്രൂവ്മെന്റിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ +1 ഇംപ്രൂവ്മെന്റും ആൻഡ് +2 റെഗുലർ എക്സാമും ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നേക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ നമുക്ക് എങ്ങനെ ഇതിനകത്തൊന്നും നല്ലൊരു മാർക്ക് കിട്ടും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ ഞാൻ എപ്പോൾ പഠിച്ചാണ് ഇതൊക്കെയെന്ന് മാർക്ക് വാങ്ങുന്നത്? കാരണം +2 റെഗുലർ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക, എന്തുമാത്രം പഠിക്കാനുണ്ട്. അതുപോലും പലർക്കും പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ തന്നെ ഓണ എക്സാം കഴിഞ്ഞു, മാർക്കൊക്കെ കിട്ടി, പലർക്കും പകുതി മാർക്കും അല്ലെങ്കിൽ ഇത്തിരിയോടൊക്കെ അല്ലെങ്കിൽ താഴെ അങ്ങനെയൊക്കെയാണ്. ആ സ്ഥാനത്ത് ഇനിയും +2ന്റെ അടുത്തേക്ക് ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്, പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒത്തിരി നല്ല വർക്കുണ്ട്. ഇതിനിടയ്ക്ക് ഇവനെ എപ്പോൾ നിങ്ങൾ നോക്കും? നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എക്സാം എഴുതാൻ പോകുന്നത് +1 ഇംപ്രൂവ്മെന്റ്. ഈ ടൈമിൽ ഇതിന്റെ ഇടയ്ക്ക് സമയമേ ഇല്ലായിരുന്നു ഇതൊന്ന് പഠിക്കാൻ, ഒന്ന് റിവിഷൻ നടത്താനും ഒന്നും സമയം കിട്ടത്തില്ല. അതിനുള്ളൊരു മാനസികാവസ്ഥയിലുമല്ല. കാരണം ഇത് എവിടെ നിന്ന് പോയി തുടങ്ങി എപ്പോൾ പഠിച്ച് തീർക്കും എന്നുള്ള പ്രശ്നം. കാരണം ഇവൻ കിടക്കുക +2 റെഗുലർ. അപ്പൊ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കഠിനമായിട്ടുള്ള സമയം തന്നെയാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പ്രയോജനം ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ തന്നെ കാര്യങ്ങൾ തുടങ്ങണം. ഇപ്പൊ തന്നെ. കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും ഒട്ടും സമയമില്ലാതാവും. പിന്നെ ഒരു മാസത്തിനിടയ്ക്ക്, അതിനിപ്പോ ഒരു മാസം കൂടെ ഉണ്ട്. ഈ മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് പഠിച്ചാൽ കുറച്ച് ടോപ്പിക്സുകൾ ഒന്ന് കംപ്ലീറ്റ് ആക്കി വെക്കാം. അതെന്തായാലും മറന്നുപോകും. എന്നാലും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്നേരത്തേക്ക് നമ്മുടെ മാർച്ച് ഉണ്ടല്ലോ, മാർച്ച് മാസത്തിൽ നമ്മുടെ 9-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതിയൊക്കെയാണ് നമുക്ക് തുടങ്ങുന്നത്. 3-ഉം 6-നും ഒക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു 19-ാം തീയതി ആകുമ്പോൾ നമ്മുടെ ബയോളജി സയൻസുകാരുടെ എക്സാം തീരും. പക്ഷെ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് 1-2 എക്സാംസ് മീൻസ് ഫിസിക്സും മാത്സും ഒക്കെ ഉണ്ട്. മറ്റുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കെമിസ്ട്രി ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഇതിനെയൊക്കെ എഴുതുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ ഒരു എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളത് ഇപ്പോൾ നിങ്ങളൊന്ന് പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പണി കിട്ടുമേ. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ കാര്യം ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ കുട്ടികൾക്കെല്ലാം എന്റെ നോട്ടത്തിൽ അതൊരു ഭാഗ്യമായിരുന്നു. കാരണം ആ ടൈമിൽ നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടും. മീൻസ് തോറ്റ കുട്ടി പോലും A+ എത്തിയവരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ട് ഒത്തിരി പേര് അങ്ങനെ. കാരണം അന്ന് അവര് ഒന്ന് ഉഴപ്പിപ്പോയതിന്റെ പേരിൽ അങ്ങ് തോറ്റായിരുന്നു. പക്ഷേ അവർക്ക് പഠിക്കാനുള്ളൊരു ത്വര വന്നു. മീൻസ് ആ ഇമ്പ്രൂവ്മെന്റ് ആ വൈബ് അവിടെ കിട്ടി. അവർ നല്ലപോലെ പഠിച്ചു. അവർക്ക് കാരണം വേറെ ഒന്നും അന്നേരം +2 ഒന്നും വരാനായിട്ട് നോക്കുന്നില്ല അവര്. പിന്നെ +2 പഠിച്ചെടുക്കാമല്ലോ. അപ്പോൾ ആ സമയത്ത് അവരങ്ങ് തീർത്തായിരുന്നു. അപ്പൊ എന്തായാലും എന്റെ നോട്ടത്തിൽ ഇനി അടുത്ത വർഷങ്ങളിലും ഈ രീതി കൂടെ പോവാതെ ഇംപ്രൂവ്മെന്റ് എക്സാം ആ സെപ്റ്റംബറിൽ തന്നെ മീൻസ് ആ +2 തുടങ്ങി സെപ്റ്റംബർ ആകുമ്പോൾ ഇംപ്രൂവ്മെന്റ് നടത്തിയാൽ കുട്ടികൾക്ക് നല്ല പ്രയോജനമാണ്. ഇതിപ്പോ ടീച്ചേഴ്സിന്റെ ബുദ്ധിമുട്ട് ഓർത്താണ് മെയിൻ ആയിട്ട് ഇത് മാറ്റിയത്. പക്ഷെ കുട്ടികളുടെ ആ മാർക്കും ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന അഡ്വാൻസ് എന്തൊക്കെയാണ് ഫ്യൂച്ചറായിട്ട് പോകുന്ന എല്ലാത്തിനും ഇത് ബാധിക്കും. പ്രത്യേകിച്ച് എൻട്രൻസ് നന്നായിട്ട് ബാധിക്കും കേട്ടോ. നമ്മുടെ മാർക്ക് നന്നായിട്ട് കുറയുന്നതുകൊണ്ട് എൻട്രൻസിനും ബാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക.
കാരണം കീംസ് നമ്മുടെ എടുക്കുമ്പോൾ നമ്മുടെ ഇതിന്റെ +2 ആണ് മെയിനായിട്ട് എടുക്കുന്നത്. എന്നാലും നമുക്ക് ആ എൻട്രൻസ് എഴുതുമ്പോൾ +1 ആ ബാക്കപ്പ് ഇല്ലാത്തത് നമുക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഉള്ള സമയം നന്നായിട്ട് പഠിക്കണം. ഇപ്പോഴാണ് പിന്നെയും ഞാൻ പറഞ്ഞ പോലെ പഠിക്കാനുള്ള സമയം. അപ്പൊ എന്തായാലും നന്നായിട്ട് നിങ്ങൾ കാര്യമായിട്ട് ഇതിനെ ഒന്ന് എടുക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം കുട്ടികളോട് എത്തി എന്തെങ്കിലും അവർക്ക് തോന്നുന്നെങ്കിൽ ഇപ്പൊ തോന്നട്ടെ, പഠിച്ചു തുടങ്ങട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.